ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. രാധ ഇൻ ദ സ്റ്റോറി ദ ചാമ്പ് സേവ്ഡ് അമൻ ഫ്രം വാട്ടർ. അപ്പോൾ ദ ചാമ്പ് എന്ന സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഒരു സ്പീച്ച് എഴുതാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, രാധ അമനെ വെള്ളത്തിൽ നിന്നും രക്ഷിച്ചു. ഓൾ ദ പീപ്പിൾ ഗാദേർഡ് ദർ കൺഗ്രാജുലേറ്റഡ് രാധ. അപ്പോൾ അവിടെ എല്ലാവരും കൂടിയിരിക്കുകയാണ് രാധയെ അഭിനന്ദിക്കാൻ. രഞ്ജിത്ത് റിപ്പോർട്ടഡ് ദ ഇൻസിഡൻറ്റ് ടു ദ ക്ലബ്ബ്. The club members decided to honor Radha and organized a function to congratulate her. Write the speech of the secretary of the club congratulating Radha. അപ്പോൾ രാധ അമനെ രക്ഷിച്ചവരൊക്കെ ക്ലബ്ബിൽ അറിഞ്ഞു. അപ്പം ക്ലബ്ബ് ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്താണ് രാധനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ഒരു പ്രസംഗം പറയാണ്. ആ സ്പീച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു സ്പീച്ച് എഴുതുമ്പോൾ നമ്മൾ ആദ്യം സല്യൂട്ടേഷനാണ്. ഡിയർ രാധ ആൻഡ് ക്ലബ് മെമ്പേഴ്സ്, കോമ കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ എഴുതാ. ടുഡേ വി ആർ ഹിയർ ടു കൺഗ്രാജുലേറ്റ് രാധ, എ വില്ലേജ് ഗേൾ ഹൂ കെയിം ഹിയർ ടു സ്പെൻഡ് ഹെർ വെക്കേഷൻ വിത്ത് ഹെർ ആൻഡ് ഹിസ് ഫാമിലി. ടുഡേ വി ആർ ഹിയർ ടു കൺഗ്രാജുലേറ്റ് രാധ. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് രാധയെ അഭിനന്ദിക്കാനാണ്. രാധ എന്ന് പറയുന്നത് ഇസ് എ വില്ലേജ് ഗേൾ, ഒരു ഗ്രാമത്തിലുള്ളൊരു കുട്ടിയാണ്. ഹൂ കെയിം ഹിയർ ടു സ്പെൻഡ് ഹെർ വെക്കേഷൻ. ഇവിടെ വന്നത് എന്തിനാണ്? ഹിയർ ടു സ്പെൻഡ് ഹെർ വെക്കേഷൻ, അവധി ആഘോഷിക്കാനാണ് ഇവിടെ വന്നത്. വിത്ത് ഹെർ ആൻഡ്സ് ഫാമിലി, ആൻറ്റിയുടെ ഫാമിലിയുമായിട്ട് വെക്കേഷൻ ആഘോഷിക്കാനാണ് വന്നത്. ടുഡേ വി ആർ ഹിയർ ടു കൺഗ്രാജുലേറ്റ് രാധ, എ വില്ലേജ് ഗേൾ ഹൂ കെയിം ഹിയർ ടു സ്പെൻഡ് ഹെർ vacation with her and his family. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഓൺ ലാസ്റ്റ് സാറ്റർഡേ രഞ്ജിത്ത് ഫാമിലി വെൻറ്റ് ഫോർ എ പിക്നിക് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന. അപ്പോൾ കഴിഞ്ഞ ആഴ്ച രഞ്ജിത്തിൻ്റെ ഫാമിലി ഒരു പിക്നിക്കിന് പോയി. എവിടെയാണ് പോയത്? യമുന നദിയുടെ തീരത്ത്. On the last Saturday, Ranjit family went for a picnic on the bank of the river Yamuna. When the children were swimming in water, Radha warned them from reaching the border where the current was very swift. അപ്പോൾ നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ രാധ അവരോടൊക്കെ പറഞ്ഞിരുന്നു സൂക്ഷിക്കണം എന്ന്. രാധ വാണ്ട് ദം ഫ്രം റീച്ചിങ് ദ ബോർഡർ വേർ ദ കറൻറ്റ് വാസ് വെരി സ്വിഫ്റ്റ്. ബട്ട് ദേ ഡിഡിൻറ്റ് മൈൻഡ് ഹെർ വേർഡ്സ്. പക്ഷേ അവരൊന്നും രാധയുടെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. ദേ ഡിഡിൻറ്റ് മൈൻഡ് ഹെർ വേർഡ്സ്. Soon Aman, Ranjit's brother, got in the current and being carried away rapidly towards in the middle of the river. അങ്ങനെ അപ്പോൾ എന്താ സംഭവിച്ചത്? അമൻ രഞ്ജിത്തിൻ്റെ ബ്രദറായ അമന് ആ ഒരു ഒഴുക്കിൽപ്പെട്ട് റിവറിൻ്റെ മധ്യഭാഗത്തേക്ക് അങ്ങനെ പോയി. നോ വൺ ഡയർ ടു സേവ് ഹിം. ആരും അവനെ രക്ഷിക്കാൻ ധൈര്യം കാണിച്ചില്ല. ബട്ട് ദിസ് ലിറ്റിൽ ഗേൾ ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. പക്ഷേ ഈ ചെറിയ പെൺകുട്ടി വെള്ളത്തിലേക്ക് ചാടി. ആൻഡ് സേവ്ഡ് അമൻ ബൈ റിസ്കിങ് ഹെർ ലൈഫ്. എന്നിട്ട് അമനെ രക്ഷിക്കുകയാണ് ചെയ്തത്. അവളുടെ ജീവൻ പണയപ്പെടുത്തി അമനെ രക്ഷിച്ചു. ലെറ്റ് us give her a big applause. അപ്പോൾ നമുക്ക് അവൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. രാധ വെൽ ഡൺ, താങ്ക് യു. രാധ, നീ നല്ലൊരു കാര്യമാണ് ചെയ്തത്, താങ്ക് യു. ഇത്രയാണ് ഒരു സ്പീച്ചിൽ നമ്മൾ വേണ്ടത്. അപ്പോൾ സ്പീച്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം സല്യൂട്ടേഷൻ വേണം. ഇവിടെ സല്യൂട്ടേഷനായിട്ട് ഡിയർ രാധ ആൻഡ് ക്ലബ് മെമ്പേഴ്സ്. പിന്നെ നമ്മൾ അതിൻ്റെ ടോപ്പിക് എഴുതുക. പിന്നെ ലാസ്റ്റ് താങ്ക് യു ഒക്കെ ഒരു കൺക്ലൂഷനും വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മളൊരു സ്പീച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കൊരു ലെറ്റർ എഴുതി നോക്കാം. രാധാസ് ഫ്രണ്ട് നീന നോ അബൌട്ട് ഹെർ ബ്രേവ്ലി ആക്ഷൻ ഫ്രം ദ ന്യൂസ് പേപ്പർ. രാധയുടെ ഫ്രണ്ട് നീന അവളുടെ ഈ സാഹസിക പ്രവൃത്തി ന്യൂസ് പേപ്പറിന് അറിയുകയാണ്. ഷി റോട്ട് എ ലെറ്റർ കൺഗ്രാജുലേറ്റിംഗ് ഹെർ. അപ്പോൾ അവളൊരു ലെറ്റർ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുകയാണ്. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ. അപ്പോൾ ആ ലെറ്ററിൻ്റെ ഫോമാറ്റ് എഴുതാനാണ്. അപ്പോൾ ഇതിൽ പല വിധത്തിൽ ഈ ലെറ്റർ വരാം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ആദ്യം നമ്മൾ അഡ്രസ്സ് എഴുതണം. റോസ് വില്ല, കോട്ടയം. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഡേറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് സല്യൂട്ടേഷനാണ്. ഓരോ ലെറ്ററിനും ഓരോ ഫോമാറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം അഡ്രസ്സ് എഴുതുക, പിന്നെ ഡേറ്റ് എഴുതുക, പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ. നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത് അവരുടെ പേര് എഴുതുക. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് രാധയ്ക്കാണ്. അപ്പോൾ മൈ ഡിയർ രാധ.
രാധ. ഇനി നമുക്ക് ലെറ്റർ എഴുതാം. മൈ ഡിയർ രാധ, ഹൗ ആർ യു? നിനക്ക് സുഖമാണോ? ഹോപ്പ് ദാറ്റ് യു ആർ എൻജോയിങ് ദ ഹോളിഡേയ്സ്. നീ അവധിക്കാലം എൻജോയ് ചെയ്യുകയാണെന്ന് വിചാരിക്കുകയാണ്. ഐ സോ യുവർ ഫോട്ടോ ഇൻ ദ ന്യൂസ് പേപ്പറിൽ നിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. ഹൗ അഡ്വഞ്ചറസ്ലി യു സേവ്ഡ് അമൻ ഫ്രം ഡ്രോണിങ്. മുങ്ങുന്നതിൽ നിന്ന് അമനെ നീ എത്ര സാഹസികമായിട്ടാണ് രക്ഷപ്പെടുത്തിയത്. ഹൗ അഡ്വഞ്ചറസ്ലി യു സേവ്ഡ് അമൻ ഫ്രം ഡ്രോണിങ്. യു ആർ സെലക്റ്റഡ് ഫോർ ദ പ്രസ്റ്റീജിയസ് നാഷണൽ ബ്രേവറി അവാർഡ്. നീ നാഷണൽ ബ്രേവറി അവാർഡിന് സെലക്ട് ചെയ്യപ്പെട്ടു അല്ലേ? ആറിൻറ്റ് യു അല്ലേ? വി ആർ റിയലി പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. ഞങ്ങൾ നിന്നെക്കുറിച്ച് വളരെയധികം അഭിമാനിക്കുന്നു. വി ആർ റിയലി പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. യു സ്പ്രെഡ് ദ നെയിം ഓഫ് അവർ ടൗൺ ഔട്ട്സൈഡ് യു പി ത്രൂ യുവർ ബ്രേവറി ഡീഡ്സ്. അപ്പം നീ ഞങ്ങളുടെ ഈ ഒരു യു പിയുടെ ഈ ഒരു ടൗണിൻ്റെ പേര് നീ എല്ലാ സ്ഥലത്തും ഫേമസ് ആക്കി. ഓക്കെ, യു സ്പ്രെഡ് ദ നെയിം ഓഫ് അവർ ടൗൺ ഔട്ട്സൈഡ് യു പി ത്രൂ യുവർ ബ്രേവ് ഡീഡ്സ്. നിൻ്റെ സാഹസികമായ പ്രവൃത്തി കൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ വില്ലേജ് നാടെങ്ങും പരന്നു. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് യു. ഞാൻ നിന്നെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കാൻ. വെൻ വിൽ യു കം ബാക്ക്? നീ എപ്പോഴാണ് വരിക? വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ യു. ഞങ്ങൾ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ യുവേഴ്സ് ലവിങ്ലി. കൺക്ലൂഷൻ എന്താണ്? സ്നേഹത്തോടെ സിഗ്നേച്ചർ. പിന്നെ നമ്മൾ ആരാണ് ലെറ്റർ എഴുതുന്നത്? നീനുയുടെ പേരും എഴുതുക. അപ്പോൾ നീതു എന്ന പേര് എഴുതിയിട്ട് നമുക്ക് ലെറ്റർ അവസാനിപ്പിക്കാം. അപ്പോൾ ലെറ്ററിന് ശ്രദ്ധിക്കേണ്ടത് ആദ്യം അഡ്രസ്സ്, പിന്നെ ഡേറ്റ്, പിന്നെ സല്യൂട്ടേഷൻ, മൈ ഡിയർ രാധ. ആർക്കാണോ കത്ത് എഴുതേണ്ടത് അവരുടെ പേര് എഴുതുക. പിന്നെ കുശലാന്വേഷണങ്ങൾ, ഹൗ ആർ യു, ഹോപ്പ് യു ആർ എൻജോയിങ് ദ ഹോളിഡേയ്സ്, അങ്ങനെ എഴുതുക. പിന്നെ മാറ്റർ എഴുതുക. പിന്നെ യുവേഴ്സ് ലവിങ്ലി നീതു. സിഗ്നേച്ചർ വേണമെന്നില്ല, യുവേഴ്സ് ലവിങ്ലി നീതു എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു തോട്ടാണ്. ദ ഹാർഡ് വർക്കിംഗ് ഫാമർ വാക്ക്ഡ് ബാക്ക് ഹോം. അപ്പോൾ ഫാമർ വീട്ടിലേക്ക് തിരിച്ചു പോയി. ദ ക്രൂവൽ മർച്ചൻറ്റ് ലാഫ് വാസ് റിങ്ങിങ് ഇൻ ഹിസ് ഇയേഴ്സ്. അപ്പോൾ ആ ക്രൂരനായ വ്യാപാരിയുടെ വാക്കുകൾ അയാളുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഹി തോട്ട് അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ്. അപ്പോൾ അന്ന് അവിടെ ആ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിച്ചു. വാട്ട് വുഡ് ഹിസ് തോട്ട്സ് ബി? അപ്പോൾ അയാളുടെ ചിന്തകൾ എന്തായിരിക്കാം? വാട്ട് എ ഡ്രെഡ്ഫുൾ ഡേ. എന്തൊരു ദുരിതമുള്ള ദിവസമാണ്. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദ ഓൾഡ് മാൻ വാസ് ചീറ്റിംഗ് മീ. അയാൾ എന്നെ ചീറ്റ് ചെയ്തു. എ ഗ്രീഡി റിച്ച്ഡ് മാൻ. ഒരു ഭയങ്കര അത്യാഗ്രഹമുള്ള ഒരു മാൻ. ദ ജഡ്ജ് വാസ് ഹിസ് മാൻ. ജഡ്ജും അയാളുടെ ആളാണെന്ന് തോന്നും. ബോത്ത് വർ പ്ലേയിങ് ട്രിക്സ് ഓൺ പുവർ പീപ്പിൾ ലൈക്ക് മീ. രണ്ടുപേരും എന്നെപ്പോലുള്ള പാവങ്ങൾ വഞ്ചിക്കുകയാണ്. വാട്ട് വുഡ് ഐ ടെൽ മൈ ഡോട്ടർ? ഞാൻ എൻ്റെ മകളോട് എന്ത് പറയും? അപ്പോൾ നമ്മൾ 3 ആക്ടിവിറ്റീസാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഒരു സ്പീച്ച്, ഒരു ലെറ്റർ, പിന്നെ ഒരു തോട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കൊരു ഡയറി എൻട്രി ഡിസ്കസ് ചെയ്യാം. ഡോക്ടർ ഹൊവാർഡ് കെല്ലി പെയ്ഡ് ദ ബിൽ ഫോർ ദ വുമൺ ഇൻ ദ സ്റ്റോറി. ഡോക്ടർ ഹൊവാർഡ് കെല്ലി ആ വുമൻ്റെ ബില്ല് പേ ചെയ്തു. എ ഗ്ലാസ് ഓഫ് മിൽക്ക്. എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന സ്റ്റോറിയിൽ ആ സ്ത്രീയുടെ ബില്ല് ആരാണ് പേ ചെയ്തത്? ഡോക്ടർ ഹൊവാർഡ് കെല്ലി. ഷീ റീഡ് ദ വേർഡ്സ് ഇൻ ദ ബിൽ. പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. അപ്പോൾ ആ ബില്ലിലൊരു വേർഡ് എഴുതിയിരുന്നു. എന്തായിരുന്നു? പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. ടിയേഴ്സ് ഓഫ് ജോയ് ഫ്ലഡഡ് ഹെർ ഐസ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ അവരുടെ മനസ്സിലേക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ കരയാൻ തുടങ്ങി. ഷീ റോട്ട് എ ഡയറി എൻട്രി ഓൺ ദാറ്റ് ഡേ. ആ ദിവസം അവരൊരു ഡയറി എൻട്രി എഴുതാണ്. റൈറ്റ് ദ ഡയറി എൻട്രി. അപ്പം ഡയറി എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ ഡേറ്റ് എഴുതണം, പറ്റുമെങ്കിൽ ആ ദിവസവും എഴുതണം. അപ്പോൾ വെനസ്ഡേ 25/12/2023 എന്നോ അല്ലെങ്കിൽ വെനസ്ഡേ 25th December 2023 എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ആ ദിവസത്തിൻ്റെ പേരും എഴുതിയാൽ അത്രയും നല്ലത്. ടുഡേ മോർണിംഗ് ഐ ഗോട്ട് ദ ഹോസ്പിറ്റൽ ബിൽ. ഇന്ന് രാവിലെ എനിക്ക് ഹോസ്പിറ്റൽ ബില്ല് കിട്ടി. ഐ ഫിയർ ടു ഓപ്പൺ ഇറ്റ്. ഞാനത് തുറക്കാൻ തന്നെ പേടിച്ചു. ബിക്കോസ് ഐ വാസ് ഷുവർ ദാറ്റ് ഇറ്റ് വുഡ് ബി എ ഹ്യൂജ് സം. എനിക്ക് ഉറപ്പായിരുന്നു ഒരു വലിയ എമൗണ്ട് ഉണ്ടാകുമെന്ന്. ഐ ഫിയർ ടു ഓപ്പൺ ഇറ്റ് ബിക്കോസ് ഐ വാസ് ഷുവർ ദാറ്റ് ഇറ്റ് വുഡ് ബി എ ഹ്യൂജ് സം. വലിയൊരു തുക ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. വെൻ ഐ ഓപ്പൺ ദ ബിൽ ഐ വാസ് റിയലി ഷോക്ക്ഡ്. ഞാൻ ആ ബില്ല് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി. ടു സീ ദ വേർഡ്സ്
പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. ഞാൻ എന്താ കണ്ടത്? ആ ഒരു വേർഡാണ് കണ്ടത്, പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. ദ ഒൺലി ഐ റെക്കഗ്നൈസ്ഡ് ദ ഡോക്ടർ ഐ കുഡിൻ കൺട്രോൾ മൈ ജോയ്. അപ്പോഴാണ് എനിക്ക് ആ ഡോക്ടർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് എൻ്റെ സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. I realized how God showered the blessings through the doctor on me. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് എത്ര അനുഗ്രഹിച്ചു, ഒരു ഡോക്ടർ രൂപത്തിൽ എന്നെ അനുഗ്രഹിച്ചു എന്നതിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ ടുഡേ മോർണിംഗ് ഐ ഗോട്ട് ദ ഹോസ്പിറ്റൽ ബിൽ. ഐ ഫിയർ ടു ഓപ്പൺ ഇറ്റ് ബിക്കോസ് ഐ വാസ് ഷുവർ ദാറ്റ് ഇറ്റ് വുഡ് ബി എ ഹ്യൂജ് സം. വെൻ ഐ ഓപ്പൺ ദ ബിൽ ഐ വാസ് റിയലി ഷോക്ക്ഡ് ടു സീ ദ വേർഡ്സ് പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. The only I recognized the doctor. I couldn't control my joy. I realized how God showered the blessing through the doctor on me. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ആക്ടിവിറ്റി ഒരു നോട്ടീസാണ്. ദ കിങ് ഇൻ ദ സ്റ്റോറി ദ ഗ്രെയിൻ ആസ് ബിഗ് ഹാസ് ഹാൻഡ്സ് ഹാക്ക് വാണ്ടഡ് ടു നോ വെൻ ആൻഡ് വേർ സച്ച് കോൺ ഗ്രോ. അപ്പോൾ ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹാൻഡ്സ് എന്ന സ്റ്റോറിയിൽ ആ രാജാവിന് ഇങ്ങനത്തെ കോൺ എവിടെ കിട്ടും എന്ന് അറിയണമായിരുന്നു. ഹിസ് മിനിസ്റ്റർ പ്രിപ്പയർഡ് എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ഓൾ വൈസ് മെൻ ടു കം ബിഫോർ ദ കിങ് ടു ഹെൽപ്പ് ഹിം. അതിനുവേണ്ടി രാജാവിനെ സഹായിക്കാൻ എല്ലാ വൈസ്മാനോടും കൊട്ടാരത്തിലേക്ക് വരാൻ ക്ഷണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ എ നോട്ടീസ് അബൌട്ട് ദിസ്. ആദ്യം നമ്മൾ നോട്ടീസിന് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഹിസ് ഹൈനസ് അവർ മഹാരാജ വാണ്ട്സ് ദ ഹെൽപ്പ് ഓഫ് ഓൾ വൈസ് മെൻ ഇൻ ദിസ് കൺട്രി. ഹി ഹാസ് ഗോട്ട് എ സ്ട്രേഞ്ച് ഗ്രെയിൻ ഓഫ് കോൺ ആസ് ബിഗ് ഹാസ് ഹാൻഡ്സ് ഹെഗ്. അദ്ദേഹത്തിന് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വിചിത്രമായ ഒരു കോൺ കിട്ടിയിട്ടുണ്ട്. അവർ കിങ് വാണ്ട്സ് ടു നോ വെൻ ആൻഡ് വേർ സച്ച് കോൺ ഗ്രോ. അപ്പോൾ നമ്മുടെ രാജാവിന് അത് എവിടെ എപ്പോഴാണ് ഉണ്ടായത് എന്നറിയണം. ദോസ് ഹൂ ക്യാൻ ടെൽ ദീസ് ഫാക്ട്സ് വിൽ ബി അവാർഡ്. അപ്പോൾ ഇതിനെ പറ്റി വല്ല വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്നതാണ്. എന്നിട്ട് സൈൻഡ് മിനിസ്റ്റർ. അപ്പോൾ നോട്ടീസിന് എന്തൊക്കെ ചെയ്യണം? നോട്ടീസിന് എഴുതണം, പിന്നെ മിനിസ്റ്റർ ആരാ, സെക്രട്ടറി ആരാന്ന് വെച്ചാൽ സൈൻ ചെയ്യണം, മാറ്റർ ഇങ്ങനെ ചെറിയ രൂപത്തിൽ എഴുതുക, ഒരു ബോർഡർ വരയ്ക്കുക. ഇത്രയാണ് നോട്ടീസിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു തോട്ട്സ് ഒന്നുകൂടി നോക്കാം. Read the passage taken from the story A Glass of Milk. Years later, that woman became old and critically ill with an unknown disease. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ വയസ്സായി, അതേപോലെ തന്നെ ഗുരുതരമായ രോഗത്തിന് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദ ലോക്കൽ ഡോക്ടേഴ്സ് ആർ ബാഫിൾഡ്. ദേ ഫൈനലി സെൻറ്റ് ഹെർ ടു ദ ബിഗ് സിറ്റി. അങ്ങനെ ലോക്കൽ ഡോക്ടേഴ്സിനൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവരൊരു ബിഗ് സിറ്റിയിലേക്ക് അയക്കുകയാണ്. വേർ ദേ കോൾഡ് ഇൻ സ്പെഷ്യാലിസ്റ്റീസ് ടു സ്റ്റഡി ഹെർ റെയർ ഡിസീസ്. അവരുടെ അപൂർവമായ രോഗത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് അവരെ പറഞ്ഞയച്ചു. ഡോക്ടർ ഹവാർഡ് കെല്ലി വാസ് കോൾഡ് ഫോർ ദ ഡിസ്കഷൻ. അപ്പോൾ ഈ ഡിസ്കഷന് വേണ്ടി ആരെയാണ് വിളിച്ചത്? ഡോക്ടർ ഹവാർഡ് കെല്ലിനെയാണ്. വെൻ ഹി റിയലൈസ്ഡ് ഹെർ ഹാൻഡ് ദ ടൗൺ ഷീ കെയിം ഫ്രം എ സ്ട്രേഞ്ച് ലൈറ്റ് ഫിൽഡ് ഇൻ ഹിസ് ഐസ്. അപ്പോൾ അവർക്ക് ഡോക്ടർക്ക് മനസ്സിലാകുകയാണ് അവരുടെ വീടും അവരെവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് എക്സാക്റ്റ് എനിക്ക് പണ്ട് ഒരു മിൽക്ക് തന്ന ആളെന്നാന്ന് മനസ്സിലായി. ഡ്രീംഡ് ഇൻ ഹിസ് ഡോക്ടേഴ്സ് ഗൗൺ ഹി വെൻറ്റ് ടു സീ ഹെർ. അപ്പോൾ അവരിങ്ങനെ ഡ്രീം ചെയ്യാണ്, ആ ഡോക്ടേഴ്സിൻ്റെ ഗൗൺ അവരെ സന്ദർശിക്കാൻ ചെല്ലുന്നൊക്കെ ഇങ്ങനെ ഡ്രീം. അപ്പോൾ എന്തായിരിക്കും തോട്ട്സ്? വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് ഡോക്ടർ ഹവാർഡ് കെല്ലി വെൻ ഹീ സോ ദ വുമൻ? അപ്പോൾ ആ വുമണിനെ കണ്ടപ്പോൾ അവരുടെ തോട്ട്സ് എന്തായിരുന്നു? ദിസ് ഈസ് ദ സെയിം വുമൻ ഹൂ ഗേവ് മീ എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഇത് അതേ സ്ത്രീ തന്നെയാണ്, എനിക്ക് ഒരു ഗ്ലാസ് നിറയെ പാല് തന്ന അതേ സ്ത്രീ തന്നെയാണ് ഇത്. ഷി വാസ് എ ലവ്ലി യങ് വുമൺ. അവരൊരു നല്ലൊരു യങ് വുമൺ ആയിരുന്നു. ഷി വാസ് കൈൻഡ്, ദയുള്ളവരായിരുന്നു. ദീസ് റയർ ഡിസീസസ് ഹാസ് ചേഞ്ച്ഡ് ഹെർ വെരി മച്ച്. അവരുടെ ഈ അപൂർവ രോഗം അവരെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഷീ വുഡിൻറ്റ് റെക്കഗ്നൈസ് മീ. എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നൗ ഐ വുഡിൻറ്റ് റിവീൽ ഹൂ ഐ ആം. ഞാൻ ആരാന്ന് ഞാൻ വെളിപ്പെടുത്തില്ല. ഐ വിൽ ഹെൽപ്പ് ഹെർ. ഞാൻ അവരെ സഹായിക്കും.
ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു സേവ് ഹെർ. ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാലാവത് ഞാൻ ചെയ്യും. ഫ്രം ടുഡേ ഐ വിൽ ഗിവ് എ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദിസ് കേസ്. ഇന്നു മുതൽ ഞാനൊരു പ്രത്യേക ശ്രദ്ധ ഈ കേസിന് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്താണ്, ദിസ് ഈസ് ദ സെയിം വുമൺ ഹൂ ഗേവ് മീ എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഷീ വാസ് എ ലവ്ലി യങ് വുമൺ. നല്ലൊരു ലവ്ലിയായ ചെറുപ്പക്കാരിയായ ഒരു വുമണായിരുന്നു, ദയുള്ളവളായിരുന്നു. ഷീ വാസ് കൈൻഡ്. ദിസ് റയർ ഡിസീസ് ഹാസ് ചേഞ്ച്ഡ് ഹെർ വെരി മച്ച്. ഈ അപൂർവ രോഗം അവരെ ഒരുപാട് മാറ്റി. ഐ തിങ്ക് ഷീ വുഡിൻറ്റ് റെക്കഗ്നൈസ് മീ. എന്നെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് തോന്നുന്നു. നൗ ഐ വുഡിൻറ്റ് റിവീൽ ഹൂ ഐ ആം. ഞാൻ ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഐ വിൽ ഹെൽപ്പ് ഹെർ. ഞാൻ അവരെ സഹായിക്കും. ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു സേവ് ഹെർ ലൈഫ്. ഫ്രം ടുഡേ ഐ വിൽ ഗിവ് എ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ കേസ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ്, 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ മറക്കരുത്. താങ്ക്